ഹലോ. സോ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു വാക്യൂം ക്ലീനറാണ്. ഒരു 4000 രൂപയുടെ സാധനമാണ്. വലിയ വാക്യൂം ക്ലീനറൊന്നുമല്ല. ആദ്യം മറ്റേ MI റോബോട്ട് വാങ്ങാൻ വിചാരിച്ചു. ഇതിന് അതിന്റെ വില നോക്കിയപ്പോൾ നൈസായിട്ട് ഒഴിവാക്കി. കാലത്തേക്ക് ഇത് മതി എന്നുള്ളൊരു കൺസെപ്റ്റിൽ ഇത് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന്റെ യൂസസ് എന്ന് പറയുകയാണെങ്കിൽ മോപ്പായിട്ട് യൂസ് ചെയ്യാം, വാക്യൂം ക്ലീനറായിട്ട് ഉപയോഗിക്കാം, പിന്നെ കൈ പിടിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. സോ ഇതെല്ലാം കണ്ടപ്പോഴത്തേക്ക് 4000 രൂപ ബഡ്ജറ്റിനകത്ത് കണ്ടപ്പോഴത്തേക്ക് ഇത് വാങ്ങിച്ചു. സോ ഓക്കെ, ഇതാണ് നമ്മുടെ വാക്യൂം ക്ലീനർ. യൂണിവേഴ്സൽ വാക്യൂം ക്ലീനർ. ഒന്ന് ബോക്സ് ഇതിന്റെ എത്ര ഉള്ളൂ സാധനം. സോ നമുക്കിത് അൺബോക്സ് ചെയ്യാം. ടർബോ സ്വീപ്പ് കമ്പനിയുടെ പേരവിടെ എനിക്ക് കമ്പനിയുടെ പേര്. സോ ലെറ്റ്സ് അൺബോക്സ് ഇറ്റ്. ബ്രോക്കൺ സീൽ ആണെങ്കിൽ വാറന്റി പോയിട്ടാണ്. ഓക്കെ, അതെന്നെ കൊടുക്കും. അങ്ങനെ നമ്മൾ ആ സാധനം വഴിയെടുക്കാൻ പോവുകയാണ്. ആദ്യം വഴി നമുക്കൊരു തോക്ക് കിട്ടും. സോ തോക്ക് കഴിഞ്ഞിട്ട് ഇതാണ് അവിടെ നോക്കും. ഈ സാധനം ആക്ച്വലി നമുക്ക് ഊരിയിട്ട് കഴിയിട്ട് തിരിച്ചു വയ്ക്കാൻ ഫിറ്റായിട്ടാണ്. പിന്നെ ഇതാണ് നമ്മുടെ വാക്യൂം. ഇത് കയ്യിൽ പിടിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ ഒരു യൂസർ മാനുവലുണ്ട്. പിന്നെ വേറൊരു സാധനം ഇത്രേ ഉള്ളൂ ഈ പെട്ടിക്കകത്ത്. പെട്ടി തൽക്കാലം ഒന്ന് മാറ്റിയിട്ട് ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് അത് നമ്മൾ ആദ്യം പൊട്ടിച്ചെടുക്കുക. ഇൻസ്ട്രക്ഷൻ ആണ്. അല്ല, ഇതിലെങ്ങനെ കണ്ടെന്ന് വീഡിയോ സ്കാൻ ചെയ്താലേ കിട്ടുള്ളൂ. ഓക്കെ, വീഡിയോ സ്കാൻ ചെയ്താൽ ഞാൻ തന്നെ കിട്ടാൻ പറ്റും നോക്കട്ടെ. റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. നമ്മളെല്ലാം കൂടെ താഴെ വെക്കുക. ബ്ലാക്ക് നമ്മുടെ വാക്യൂം ക്ലീനറിന്റെ സാധനം ഇത് പോയിട്ടുണ്ടോ കണ്ടിട്ട്. സോ നമുക്കിത് ആദ്യം കെട്ടങ്ങ് ലൂസാക്കാം. ഓക്കെ, യൂസ് തന്നെ വേണം തോന്നുന്നുണ്ട്. ഇതാണ് തുറന്നു. ഇനി നമ്മുടെ തോക്ക് നല്ല ഫിറ്റ് ചെയ്യേണ്ടത് മനസ്സിലായിട്ടുണ്ട്. ഇതെങ്ങനെ ഫിക്സ് ചെയ്യുക? അപ്പൊ നമുക്ക് യൂട്യൂബ് നോക്കാൻ ഇതാണ്. സോ ഞാൻ യൂട്യൂബ് നോക്കി തിരിച്ചു ഞാൻ പിന്നെ വന്നിട്ടുണ്ട്. ഈ പ്രശ്നം എങ്ങനെ മനസ്സിലായിട്ടുണ്ട്. അതെ, ആക്ച്വലി ഇതെടുത്തിട്ട് ഇതിന്റെ ബാക്കോട്ട് കളിക്കാം. അല്ല, ഇനി നമ്മൾ ഇതിന്റെ അറ്റം ഉണ്ടല്ലോ അത് ഇതിലോട്ട് കാണിക്കാം. സോ ഇതാണ് നമ്മുടെ വാക്യൂം ക്ലീനർ. ഇത് ആക്ച്വലി ഇത് റിമൂവ് ചെയ്തിട്ട് ഇതിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓണാക്കിയിട്ട് ഈ അകത്തുള്ളതൊക്കെ ഇങ്ങനെ ഡസ്റ്റ് എടുക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഗുണം. നമുക്ക് ആദ്യം ഇവനെ തപ്പി നോക്കാം. സോ ആദ്യം നമ്മൾ ഫിറ്റ് ചെയ്യുന്നു. ഓക്കെ,
ഇതാണ് സാധനം. ഇതിനകത്ത് എവിടെ വെള്ളം നടക്കുന്നൊരു സാധനമുണ്ട്, അത് തപ്പട്ടെ. ഓക്കെ. സോ ഇതിനകത്തേക്ക് നമുക്ക് ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ മോപ്പാണല്ലോ. ഈ മോപ്പ് ആക്ച്വലി നമുക്ക് റിമൂവ് ഇടണം. ഇങ്ങനെ എടുക്കുക, വാഷ് ചെയ്യുക, എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അടുത്ത വാഷ് ഇങ്ങനെ തിരിച്ച് ഫിറ്റ് ചെയ്യുക. സിമ്പിൾ. ഇനി അതിനകത്തൊരു പ്രത്യേകതയുണ്ട്, ഇതിനകത്തൊരു വെള്ളം വീഴും. സോ വെള്ളത്തിന് വേണ്ടി ഇവിടെ ഒരു ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട്. ഇതിലാണ് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് ഇത് ജസ്റ്റ് സീൽ ചെയ്യുക, എന്നിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്യുന്ന സമയത്ത് ഇവൻ വെള്ളം തെറിപ്പിക്കുകയും ചെയ്യും, മോപ്പ് ചെയ്യുകയും ചെയ്യും. സോ നമുക്ക് തറയിൽ കിടന്ന് ഇതാക്കേണ്ട ആവശ്യമില്ല, ഇവൻ തന്നെ എല്ലാം ചെയ്തു. സോ ഇതാണ് നമ്മുടെ മോപ്പ്. ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടായിരുന്നു. നമുക്ക് വെള്ളം എടുത്തിട്ട്. ഓക്കെ. സോ നമ്മൾ വെള്ളം വയ്ക്കാൻ പോയാണ് അതിനകത്തോട്ട്. സോ തുറക്കുന്നു, കുറച്ച് വെള്ളം എടുത്തിട്ടുള്ളൂ. വെള്ളം ഒഴിക്കുന്നു, ഫിറ്റ് ചെയ്യുന്നു, നമ്മൾ ടെസ്റ്റ് ചെയ്യും. മൊത്തം വെള്ളമുണ്ട്, നന്നിട്ട് വാഷ് ചെയ്യുക. ഇവിടെയൊക്കെ വെള്ളമരം ഉണ്ടാകും. വെള്ളം ചെറുതായിട്ട് ചെയ്ത് ഇതാണ് നമ്മുടെ സാധനം. നല്ല വാക്യൂം സെക്ഷൻ ഉണ്ട് സാധനത്തിൽ. നമുക്ക് എല്ലാം ഉപയോഗം കഴിഞ്ഞിട്ട് ഇത് അടച്ചിട്ട് ഇവിടെ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ തുറന്നെടുക്കാൻ പറ്റും. എന്നിട്ട് ഇവിടെ നിന്ന് ഈ സാധനം ഓപ്പൺ ചെയ്യുക. അതിനകത്ത് അഴുക്കൊക്കെ വരും, നടക്കുന്ന അഴുക്കൊക്കെ വേണ്ട, തൂവലൊക്കെ കിടക്കുന്നു. ഇത് കഴുകുക, വാഷ് ചെയ്യുക, കഴിഞ്ഞിട്ട് തുടക്കുക, കഴിഞ്ഞിട്ട് തിരിച്ച് ഫിറ്റ് ചെയ്യുക, അടുത്ത പണി തുടങ്ങുക. സോ ഇത് ഫോട്ടോസിന്തസിസിന് ഓർത്തിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇനി കുറെ ട്രൈ ചെയ്യാനുണ്ട്, ബട്ട് സ്റ്റിൽ ഇറ്റ് ലുക്സ് പ്രോമിസിങ്. ഡു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ. ബൈ.